ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്ക്രൈബിംഗ് മോഷൻ അറൗണ്ട് us എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ കാർ ഇൻക്രീസസ് ഫ്രം 6 meter by second to 16 meter by second in 10 seconds. അതായത് ഒരു കാറിന്റെ വെലോസിറ്റി 6 meter by secondൽ നിന്നും 16 meter by second ആയിട്ട് മാറാണ് അല്ലെ. എത്ര സമയം കൊണ്ടാണ്? 10 സെക്കൻഡ് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ആക്സിലറേഷൻ കണ്ടെത്തുക. എന്താണ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് തന്നെ വെലോസിറ്റി കൂടുന്ന പരിപാടിയാണ്. വെലോസിറ്റി കൂടുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ആക്സിലറേഷൻ. നോക്കൂ, ഇവിടെ 6 എന്തായിട്ടുണ്ട്? 16 ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് വെലോസിറ്റി കൂടിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ അവിടെയുള്ള ആക്സിലറേഷൻ നമ്മൾ കണ്ടെത്തണം. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ കാറ് അതാണ് നമ്മുടെ കാർ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. കാർ മൂവ് ചെയ്യുന്നുണ്ട്. വെലോസിറ്റിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നമ്മളുടെ ആദ്യത്തെ വെലോസിറ്റി 6 ആണ്. അതിന് നമ്മൾ വിളിക്കുന്നതാണ് ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ യു. നെക്സ്റ്റ് ഫൈനൽ വെലോസിറ്റി നമ്മുടെ കയ്യിലുണ്ട്. അതാണ് വി. ഫൈനൽ വെലോസിറ്റി ഇറ്റ്സ് നോട്ടഡ് ബൈ ദ ലെറ്റർ വി കേട്ടോ. 16 meter by second. കണ്ടുപിടിക്കുന്നത് ആക്സിലറേഷൻ ആണ്. ടൈം ടി നമുക്ക് തന്നിട്ടുണ്ട് 10 സെക്കൻഡ്. സോ എയും വിയും യുവും ടിയും ഒക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതാണ് എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഹിയർ വി ഹാവ് 16 minus 6 by 10 അല്ലെ. ഭയങ്കര സിമ്പിൾ ആണ്. 16 minus 6 എല്ലാവർക്കും അറിയാം. അത് 10 by 10. സോ വി ഗെറ്റ് എത്ര കിട്ടും നമുക്ക്? 1 meter by second square ആണ് കേട്ടോ. അവിടെ ആക്സിലറേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ്. അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം, നമ്മൾ ഓർത്തു വെക്കണം. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അത് മാത്രമല്ല, നമ്മുടെ ആപ്പിൽ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും നമ്മുടെ നിഞ്ച ബാച്ചിനെ കുറിച്ച്. നമ്മുടെ നിഞ്ച ബാച്ചിൽ ഈ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇതിന് എക്സാം ആണ് ഇനി നാളെ മറ്റന്നാളൊക്കെ വരാൻ പോകുന്നത്. സോ ഗൈസ്, ഇനിയും സമയം പോയിട്ടില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇത് നമ്മുടെ നമ്പർ. ഇതിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി.